വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇപ്പം ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ പാട്ടേ ഉള്ളൂ. അതും മിക്കവരും ഡാൻസ് കളിക്കുന്ന വീഡിയോസ്. അപ്പോൾ എനിക്കും ഡാൻസ് കളിക്കാൻ തോന്നിയതിൽ തെറ്റില്ലല്ലോ. കുറേ ദിവസമായിട്ടിരുന്ന് ആലോചിക്കുക, ഏത് പാട്ട് കളിക്കണം, ഏത് കോസ്റ്റ്യൂം ഇടണം, എവിടെ പോയിരുന്നു വീഡിയോ എടുക്കണം എന്നൊക്കെ. അപ്പോഴാണ് പണ്ടങ്ങാണ്ട് എൻ്റെ കണ്ണിൽപ്പെട്ട ഈ ലൊക്കേഷനെ കുറിച്ച് ആലോചിച്ചത്. നല്ല പച്ചപ്പായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇനി ഞാനിവിടെ വരാൻ പ്ലാൻ ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, അവർ മൊത്തം അവിടെ കരിയിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഈ രാമൻകുട്ടി തളരുമില്ല. വീഡിയോ എടുക്കാമെന്ന വീഡിയോ എടുത്തിട്ടേ പോവുള്ളൂ. പക്ഷെ നേരിട്ട് കണ്ട പോലെയല്ല കേട്ടോ. ക്യാമറയിൽ വന്നപ്പോൾ ഈ സ്ഥലവും എൻ്റെ ഈ കോസ്റ്റ്യൂം ഒക്കെ അത്യാവശ്യം നല്ല തോതിൽ മാച്ചായി പോകുന്നുണ്ട്. അങ്ങനെ തേരാപ്പാര നടക്കുമ്പോഴാണ് ഒരാളെ കാണുന്നത്. ദിവനാണെങ്കിൽ എൻ്റെ പുറകെ തന്നെയായിരുന്നു. ഇനി എങ്ങനെ എന്നെ തട്ടിക്കൊണ്ടു പോകാൻ വന്നതായിരിക്കും? അത്രയ്ക്ക് ബോധമില്ലാത്തതായിരിക്കില്ല. ഈ കമ്പും കോലും കൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. സൂക്ഷിച്ച് നിന്നാൽ ദുഃഖിക്കണ്ട. ഈ ഡിവോഷണൽ സോങ്സ് ഒക്കെ ചെയ്യുമ്പോഴില്ലേ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ആൽത്തറ, അത് മസ്റ്റാണ്. എന്നാലേ അതിനൊരു പഞ്ചുള്ളൂ എന്ന്. എന്നാൽ പിന്നെ ഞാനായിട്ട് എന്തിനാ ആ ഒരു ലോയ്ക്ക് മാറ്റം ഉണ്ടാക്കുന്നതെന്ന് കരുതിയാൽ ഞാനും അങ്ങനെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എടുത്തത്. ഇനി കുറച്ച് ചരിത്രം പറയാം. അമ്പലത്തിൻ്റെ അല്ല, എൻ്റെ. ഞാൻ കുറച്ച് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അരങ്ങേറ്റമൊന്നും കഴിഞ്ഞിട്ടില്ല. പഠിക്കാൻ പോയ ടൈമിൽ എനിക്ക് ക്ലാസിക്കൽ ഡാൻസിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. സ്കൂളിലായിരുന്നപ്പോൾ ഡാൻസ് കളിക്കായിരുന്നു. അതുപോലെ അല്ല ഇപ്പോൾ. ആരോഗ്യം ഒട്ടും അനുവദിക്കുന്നില്ല. പക്ഷെ ആഗ്രഹം അത് വെച്ചോണ്ടിരിക്കാനുള്ളതല്ലല്ലോ, നിറവേറ്റാനുള്ളതല്ലേ. ആരോഗ്യം വന്നിട്ടെല്ലാം ചെയ്യാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പെർഫെക്റ്റ് അല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ. ബാക്കി അടുത്ത പാർട്ടിൽ.